ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി സോസി ബീഫാണ്. നമ്മുടെ ചപ്പാത്തി, പൊറോട്ട, ബട്ടർ ഞാൻ അതിനൊക്കെ പറ്റിയ നല്ല അടിപൊളി റെസിപ്പിയാണ്. നമുക്ക് തയ്യാറാക്കിയാലോ? അപ്പം അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സവാള ഇങ്ങനെ അടർത്തി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്, കുറച്ച് ബട്ടർ, വളരെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ മല്ലിച്ചീര, 2 പച്ചമുളക്, പിന്നെ ഇത് കുരുമുളക് പൊടിയാണ്. പിന്നെ ഇത് 1/2 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഒരു നുള്ളു വിനാഗിരി, പിന്നെ അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് ഒരു 15 മിനിറ്റോളം കുഴച്ച് വെച്ചിട്ട് വേവിച്ചെടുത്ത ബീഫാണ്. പിന്നെ ആവശ്യത്തിനുള്ള ടൊമാറ്റോ സോസും പിന്നെ ചില്ലി സോസും. നമുക്ക് തയ്യാറാക്കിയാലോ? ഇത് പാൻ ഇപ്പൊ ചൂടായി വന്നിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബട്ടർ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ബട്ടറൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്നിട്ടുണ്ട്. അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഉപ്പും പച്ചമുളകും ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ട് ഇത് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്കതിലോട്ട് സവാളയും ക്യാപ്സിക്കോ ഉപ്പും ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് വഴറ്റി കൊടുക്കാം. അധികം ഇങ്ങനെ വയന്ന് വരണ്ട, ഒന്ന് കുറച്ച് ഇങ്ങനെ ഒന്ന് വയന്ന് വെട്ടിയാൽ മതി കേട്ടോ. ഞാൻ ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയും വയന്ന് വന്നിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് ചില്ലി സോസും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാവേ. ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ബീഫ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടി യോജിച്ച് കൊടുക്കാം. ഞാൻ ടൊമാറ്റോ സോസ് 1 ടീസ്പൂൺ കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് കുറഞ്ഞ പോലെ തോന്നിയിട്ടാണ് ഒഴിച്ചു കൊടുത്തത്. അതിലോട്ട് നമ്മുടെ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവ് എന്തോരം വേണം അതനുസരിച്ച് ഇട്ട് കൊടുക്കാതെ എല്ലാം കൂടി ഒഴിപ്പിച്ച് കൊടുക്കാം. ഇനി ഈ ബീഫിൽ വെള്ളം കുറച്ചുണ്ടായിരുന്നല്ലോ, അതൊക്കെ വറ്റി പിന്നെ ഈ ബീഫിലോട്ട് ഇതിൻ്റെ ഗ്രേവിയൊക്കെ പിടിച്ചിട്ട് നമുക്ക് മല്ലിച്ചീരയും കൂടി ഇട്ട് കൊടുക്കാം. അതിലോട്ട് ഒരു ഭംഗിക്ക് വേണ്ടി ഞാൻ 2 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സോസി ബീഫാണ്. നമുക്കതിലോട്ട് മല്ലിച്ചീരയും കൂടി ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് കൂട്ടി ഒഴിപ്പിച്ചിട്ട് നമ്മുടെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാവേ. അതേ പ്ലേറ്റിലോട്ട് മാറ്റുവാണ്. ഇത് നോക്കിയാൽ നമ്മുടെ സോസി ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ സോസി ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നോക്കി, വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ഞാൻ അടുത്ത വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും.
അടുത്ത വീഡിയോയുമായി വീണ്ടും വരും. ബൈ.